അടുത്തത് നമ്മൾ 1-ാം അധ്യായം 3-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദ്യുഭാദ്യധികരണം. ഇത് മുണ്ടകോപനിഷത്തിലെ ഉള്ള മന്ത്രത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഈ അധികരണത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ദ്യുലോകവും പൃഥിവി, അന്തരീക്ഷം, പിന്നെ മനസ്സ്, ഇതെല്ലാം കൂടി ഏതിലാണോ കോർക്കപ്പെട്ടിരിക്കുന്നത് ആ ആത്മാവിനെ അറിയുക, ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ള മറ്റുള്ള വാക്കുകളെല്ലാം ഉപേക്ഷിക്കുക. ഇത് അമൃതത്തിൻ്റെ സേതുവാകുന്നു. അപ്പോൾ മന്ത്രം ഇതാണ്: യസ്മിൻ ദ്യൗ പൃഥിവി ചാന്തരീക്ഷം. ഈ പറഞ്ഞിരിക്കുന്ന മുണ്ടകത്തിലെ 2-2-5. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ അധികരണം. അപ്പം സൂത്രം ഇതാണ്: ദ്യുഭാദ്യായതനം സ്വശബ്ദാത്. ദ്യുലോകം, ഭൂ രണ്ടും കൂടെ ചേർന്നിട്ടാണ്, പിന്നെ ആദി മൂന്നും കൂടെ, ഈ 3 വാക്കുകളും കൂടെ ചേർന്നിട്ടാണ് ദ്യുഭാദി. പിന്നെ ആയതനം ഇരിപ്പിടം എന്നർത്ഥം. അപ്പം ദ്യു, ഭൂ, ആദി ഇവകളുടെ ഇരിപ്പിടമായിട്ടുള്ളത് അതേതാകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഈ അധികരണത്തിൽ 3 കാര്യങ്ങളാണുള്ളത്. 1 പരമാത്മാവ് തന്നെയാണ്, 2 പ്രധാനമാണ്, 3 ജീവാത്മാവാണ്. ഇതിൽ ജീവാത്മാവിനെയും പ്രധാനത്തെയും ഇവിടെ വരുന്ന സൂത്രങ്ങളിൽ നിഷേധിക്കുന്നു, പരമാത്മാവ് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നു. അതാണ് ഈ അധികരണത്തിലുള്ളത്. പിന്നെ നമുക്ക് ഈ സൂത്രത്തിലെ 1-ാമത്തെ സൂത്രത്തിൻ്റെ എങ്ങനെയാണ് ഈ മന്ത്രവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ സൂത്രത്തിൻ്റെ മന്ത്രം എന്ന് പറയുന്ന ഇതാണ്. മുണ്ടകോപനിഷത്തിലെ 2-2-5. യസ്മിൻ ദ്യൗ പൃഥിവി ചാന്തരീക്ഷം ഓതം മനസ്സഹ പ്രാണൈശ്ച സർവൈഃ തമേവൈകം ജാനത ആത്മാനം അന്യാവാചോ വിമുഞ്ചത അമൃതസ്യേഷ സേതുഃ. മുണ്ടകം 2-2-5 നമുക്ക് ഇങ്ങനത്തെയുള്ള ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന സേതു എന്താകുന്നു, ഏകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്, പിന്നെ ആയതനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഏതിൽ ദ്യുലോകവും പൃഥിവിയും അന്തരീക്ഷവും എല്ലാ ഇന്ദ്രിയങ്ങളോടുകൂടിയ മനസ്സും കോർക്കപ്പെട്ടിരിക്കുന്നുവോ ആ ആത്മാവിനെ ഒന്നിനെ മാത്രം അറിവിൻ, അനാത്മവിഷയമായ അന്യവാക്കുകളെ വിട്ടുകളയുവിൻ. ഇതാണ് അന്യാവാചോ വിമുഞ്ചത ഉപേക്ഷിക്കുക, അന്യാവാച മറ്റു വാക്കുകൾ ഉപേക്ഷിക്കുക എന്ന്. ആത്മവിചാരത്തിൽ നിൽക്കുക, അനാത്മവിചാരം ഉപേക്ഷിക്കുക. അതാണ് അതിൻ്റെ ആശയം. ഇത് അമൃതത്തിൻ്റെ സേതുവാകുന്നു. ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏഷ സേതുഹു, അമൃതസ്യ ഏഷ സേതുഹു. ഇവിടെ ഈ സേതു ശബ്ദം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ബന്ധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണല്ലോ സേതു വരുന്നത്. അങ്ങനെ വരുമ്പോൾ 2 ബന്ധിപ്പിക്കുമ്പോൾ 2 അന്യമാണല്ലോ. ഈ മാതിരിയുള്ള ചർച്ചയാണ് വരുന്നത്. അതായത് ദ്യുലോകാദികൾക്ക് ഇരിപ്പിടമായിട്ടുള്ളത് 1. യസ്മിൻ ദ്യൗ പൃഥിവി ചാന്തരീക്ഷം. യസ്മിൻ എന്ന പ്രയോഗത്തിൽ യാതൊന്നിലാണോ ദ്യൗലോകം, പൃഥിവി, അന്തരീക്ഷം തുടങ്ങിയിട്ടുള്ളത് കോർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1 ഈ യാതൊന്നിൽ എന്ന് പറയുമ്പോൾ അതാണ് ആയതനം. ആയതനം എന്ന് പറയുന്നത് ഇരിപ്പിടം. ആയതനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്. എന്തിരിക്കുന്നു? ദ്യൗലോകാദികൾ, ദ്യു തുടങ്ങിയിട്ടുള്ളവയെല്ലാം അതിൽ ഇരിക്കുന്നു. ഇതിന് ഏകം ജാനത, ഒന്നിനെ അറിയുക. ഏതൊന്നിൽ ഇതെല്ലാം ഇരിക്കുന്നുവോ ആ ഒന്നിനെ അറിയുക. ഏകം ജാനത, ഒന്നിനെ അറിയുക. അങ്ങനെ അറിയുന്നതാണ് അമൃതസ്യ ഏഷ സേതുഹു എന്നുള്ള പ്രയോഗത്തിൽ. അന്യാവാച വിമുഞ്ചത, മറ്റുള്ള വാക്കുകളെല്ലാം ഉപേക്ഷിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ സേതു എന്ന പ്രയോഗത്തിൽ എങ്ങനെയാണ് ഈ സേതു ആവുമ്പം
ഇത് ഒരു നമുക്ക് എന്താണ് ഒരു അന്യമായിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ സംസാരത്തിൽ നിന്നും മുക്തിയിലേക്ക് ഉള്ള ഒരു സേതു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സങ്കല്പം എടുക്കുന്നത് നമുക്ക് സുഖകരമായിരിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആത്മാ ഇപ്രകാരം രണ്ടിലൊന്ന് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണോ? അതായത് സംസാരം വേറൊന്ന്, പിന്നെ ആത്മാ വേറൊന്ന്. ഈ സംസാരത്തിൽ നിന്നും ആത്മാവിലേക്ക് പോകുക, അതിനുള്ളൊരു സേതു. ആ ഒരു സേതു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രസൻറ്റേഷനാണോ ഇവിടെ? പ്രകാരമാണ് ചോദ്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് നമ്മൾ പിന്നെ ഈ സേതു എന്ന് പറയുന്നത്, ഒന്നാമത്തേത്, ഈ സേതു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായാൽ എന്തായിരിക്കും പ്രശ്നം? അതായത് ഈ വൈചിത്ര്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത് പ്രധാനത്തിലാണല്ലോ. അപ്പോൾ പ്രധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ്. അതായത് ജഗത്തിൻ്റെ ഈ വിവിധമായിട്ടുള്ള എല്ലാവിധ പ്രകടനങ്ങളും പ്രധാനത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ പ്രധാനത്തിലെല്ലാം അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രധാനം മുക്തിക്ക് ആകുമോ ഉള്ളിടത്ത് പ്രധാന മുക്തിക്ക് ഹേതുവാകത്തില്ല എന്ന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രധാന മുക്തിക്ക് ഹേതുവാകത്തില്ല എന്നുള്ളത് നമ്മൾ മുമ്പുള്ള ആദ്യം തൊട്ടുള്ള സൂത്രങ്ങളിലെല്ലാം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ പ്രധാന ഹേതുവല്ല തുടങ്ങിയിട്ടുള്ളതെല്ലാം അവിടെ എല്ലാം വിസ്തരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ഒന്നാമത്തെ ചോദ്യം പ്രധാനമാണോ ആയതനം എന്ന് പറഞ്ഞിരിക്കുന്നത്? ആയതനം ഇരിപ്പിടം. അപ്പോൾ ആയതനം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് ഇനി വായുവാണോ ആയതനമായിട്ടുള്ളത്? കാരണം ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഇങ്ങനൊരു മന്ത്രം കിടപ്പുണ്ട്. വായുർവൈ ഗൗതമ തത്സൂത്രം വായുനാ വൈ ഗൗതമ സൂത്രേണായം ലോകഃ പരശ്ച ലോകഃ സർവാണി ച ഭൂതാനി സംദൃബ്ധാനി എന്ന്. കോർക്കപ്പെട്ടിരിക്കുന്നു. സംതൃപ്താനി എന്ന് പറയുമ്പോൾ എല്ലാ ഭൂതങ്ങളും വായുവിനാൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ ബൃഹദാരണ്യത്തിൽ ഒരു മന്ത്രം കിടപ്പുണ്ടല്ലോ, 3:7-2. അപ്പോൾ ഇവിടെ ആത്മാവിനാൽ എല്ലാ ലോകങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ? പ്രധാനത്താൽ എല്ലാ ലോകങ്ങളും ദ്യു തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ കോർക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രധാനം എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. ഈ പ്രധാനം എന്ന് പറയുന്നതാണ് ഇപ്പം ശക്തി എന്ന രീതി, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലപ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എല്ലാം പ്രകൃതിയിലാണ് നിൽക്കുന്നത്, പ്രകൃതിയാണ് സർവ്വതും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാം ശക്തിയിലാണ് എല്ലാം അവസാനിക്കുന്നത്, ശക്തിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതെന്ന് പറയുന്ന വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഇവിടെയുള്ള ചെറിയ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വലിയ ആൾക്കാരുടെ ഇടയിൽ വേണം വേദാന്തം ഇതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെങ്ങനെ ഇതിപ്പോൾ അവതരിപ്പിക്കുക? ഇപ്പം വായുവാണെന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വായുവിലെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. വായുർവൈ ഗൗതമ തത്സൂത്രം വായുനാ വൈ ഗൗതമ വായുനാ സൂത്രേണ ഗൗതമ, അല്ലയോ ഗൗതമ, വായുവാകുന്ന ഈ സൂത്രത്തിനാൽ ലോകഃ പരശ്ച ലോകഃ, ഈ ലോകവും പരലോകവും, പിന്നെ സർവാണി ച ഭൂതാനി, പിന്നെ സർവഭൂതങ്ങളും സംതൃപ്താനി, എല്ലാം കോർക്കപ്പെട്ട് നിൽക്കുന്നത് വായുവിനാലാണ് എന്ന്. അപ്പം നമ്മൾ മുണ്ടകോപനിഷത്തിലെ മന്ത്രത്തിൽ യസ്മിൻ ദ്യൗ പൃഥിവി ചാന്തരിക്ഷം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് ബൃഹദാരണ്യത്തിൽ വായുർവൈ ഗൗതമ എന്നുള്ള എന്നുള്ള മന്ത്രവുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ വായുവിനാൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം എടുക്കുന്നതല്ലയോ കുറച്ചുകൂടി ഉചിതം എന്ന രീതിയിൽ ഒരു ശങ്ക വരാം. ഇനി അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടാമത്തേതായി, ഒന്ന് പ്രധാനമാണ് ആയതനം, 2 വായുവാണ് ആയതനം, പിന്നെ മൂന്നാമത് മറ്റൊന്നുകൂടെ വരാം. അതിതാണ് ശാരീരൻ എന്ന് പറയുന്ന ജീവാത്മ, അല്ലെങ്കിൽ കർത്താക്കെ ആയിട്ടിരിക്കുന്ന കർത്ത എന്ന് വിളിക്കാം. ഈ ശാരീരൻ തന്നെയാണ്, ശാരീരനിലാണ്, ശരീരം എന്ന് പറയുമ്പോൾ ഈ ആത്മ, ഈ ജീവൻ, ഈ ജീവനിലാണ് എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവൻ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ, ജീവനില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണല്ലോ നമ്മൾ വേദാന്തത്തിൽ ആദ്യം തൊട്ട് അവസാനിക്കും വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവൻ തന്നെയാണ് ഓതപ്രോതം എന്ന്, എല്ലാം ചേർക്കപ്പെട്ടിരിക്കുന്നത് ജീവനിൽ തന്നെയാണ് എന്ന അർത്ഥമെടുത്തൂടെ. അതാണ് മൂന്നാമത്തേത്.
അപ്പോൾ അതിനുള്ള എല്ലാത്തിൻ്റെയും മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ്യുഭാദ്യായതനം സ്വശബ്ദാത് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പം ഈ ദ്യൂലോകം ഭൂലോകം തുടങ്ങിയിട്ടുള്ളതെല്ലാം ഇപ്പോൾ യസ്മിൻ ദ്യൗ പൃഥിവി, അപ്പോൾ ദ്യൗ കഴിഞ്ഞിട്ട് പൃഥിവി എന്നുള്ള വാക്കുണ്ടല്ലോ, ആ പൃഥിവിക്ക് പകരമാണ് ഇവിടെ ഭൂ എന്ന് ചേർത്തിരിക്കുന്നത്. അതാണ് ഭൂ. യസ്മിൻ ദ്യൗഹു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ദ്യു. പൃഥിവിക്കാണ് ഭൂ. ഇപ്പം ഭൂ ആദി എന്ന് പറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഓതം മനസ്സഹ പ്രാണൈശ്ച സർവൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആദി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനുള്ളിൽ സ്വശബ്ദാത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ സ്വശബ്ദം എന്താ? തമേവം ഏകം ജാനത ആത്മാനം. അപ്പോൾ സ്വശബ്ദം എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകം ആത്മാനം എന്ന പ്രയോഗമാണ്. ആത്മാവിനെ അറിയുക എന്ന് ജാനത എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, അതിനകത്ത് ഏകം ആത്മാനം എന്നുള്ളതാണ് പ്രയോഗം. അപ്പം അനേകമായിട്ടുള്ളതാണ് ബാക്കിയുള്ളതെല്ലാമെങ്കിലും ഇവിടെ അതിനെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, ഏകമായിട്ടുള്ള ആത്മാവിനെ അറിയണം. ഇപ്രകാരം ഉള്ള ആൻസറാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഏകമാത്മാനം എന്ന് പറയുമ്പം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഈ ആത്മശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെ പറയുക സാധ്യമല്ല, പിന്നെ പ്രധാനത്തെ പറയുക, പ്രധാനമല്ലെങ്കിൽ ശക്തി. അപ്പോൾ ഈ പ്രധാനം ശക്തി സ്വരൂപിണി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഇവിടെ പ്രസക്തവുമല്ല. ഇതാണ് നമ്മൾ വേദാന്തത്തിലെ കാതലായിട്ടുള്ള ഭാഗം. അതായത് ഒരു ഈ ദ്വൈതം അംഗീകരിച്ചുകൊണ്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ മാത്രമേ ഈ ശക്തി ആരാധന തുടങ്ങിയിട്ടുള്ളതൊക്കെ പ്രാധാന്യമുള്ളൂ. പക്ഷെ വേദാന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്വൈതം ആണിവിടെ. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് സർവദ്വൈത നിഷേധമാണ്. അപ്പം ദ്വൈത ഇല്ലായ്മയാണ് അദ്വൈതം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ വേണമെങ്കിൽ പറയാൻ ദ്വൈതത്തെ അംഗീകരിക്കലാണ് അദ്വൈതം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം. പക്ഷേ എങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാലും അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയുന്നത് തന്നെയാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. ഏകം ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞതിന് സമാനമായിട്ടുള്ള പ്രയോഗമാണ് ഏകം ആത്മാനം എന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അനേകം ജീവാത്മാക്കളെന്ന് വരും. പ്രധാനമാണെന്നുണ്ടെങ്കിൽ പ്രധാനം ഇപ്പോൾ ഏകമാണല്ലോ എന്നുള്ള പ്രയോഗം വരും. പക്ഷേ ആത്മശബ്ദം പ്രധാനത്തിന് യോജിക്കത്തില്ല. ഏകമാത്മാനം എന്ന് പറയുമ്പോൾ ഏകമായിട്ടുള്ള പ്രധാനത്തെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആത്മശബ്ദം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒന്ന് ആ തരത്തിൽ പ്രധാനമല്ല എന്ന് നിഷേധിച്ചു. രണ്ട്, ഏകമാത്മാനം എന്ന പ്രയോഗത്തിലൂടെ അനേകാത്മാക്കളെ നിഷേധിച്ചു. അതിലൂടെ ജീവാത്മാക്കൾ എന്നുള്ള പ്രയോഗവും അല്ല എന്ന് സിദ്ധിച്ചു. മൂന്നാമത്തേത്, വായുവിനെ എങ്ങനെയാണ് നിഷേധിച്ചത്? തീർച്ചയായിട്ടും ആത്മശബ്ദം കൊണ്ട് തന്നെ വായുവും നിഷേധിക്കപ്പെട്ടു. കാരണം വായു ആത്മശബ്ദത്തിൽ നോമായിട്ട് യോജിക്കുകയില്ല എന്ന്. കാരണം അത് ഭൂതശബ്ദത്തിലാണ്, അല്ലെങ്കിൽ ദേവതാ ശബ്ദത്തിൽ മാത്രമേ വായു നിൽക്കത്തുള്ളൂ. അത് തീർച്ചയായിട്ടും ഇതിനുമായിട്ട് ചേരത്തില്ല. പിന്നെ വല്ല വേണമെന്നുണ്ടെങ്കിൽ ത്വം ബ്രഹ്മ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി, ഇങ്ങനെയൊക്കെയുള്ള ചില മന്ത്രങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് പരമാത്മ എന്നുള്ള ഒരർത്ഥം വേണമെങ്കിൽ വായുവിന് തൽക്കാലത്തേക്ക് കൊടുത്താൽ പോലും, പക്ഷേ ഈ സാധാരണഗതിയിൽ വായു ശബ്ദം കൊണ്ട് ദേവതയോ അല്ലെന്നുണ്ടെങ്കിൽ ഭൂതത്തെയോ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അഗ്നിശബ്ദത്തിന് കൊടുത്തത് മാതിരി നമ്മൾ വൈശ്വാനര ശബ്ദത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. വൈശ്വാനര ശബ്ദത്തിന് അഗ്നി അർത്ഥമാണ് ഉള്ളത്. പക്ഷേ ആ സന്ദർഭത്തിൽ വൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ തന്നെയായിട്ട് നമ്മളവിടെ കാണുകയുണ്ടായി. ഇപ്പം നമുക്കിനി ഛാന്തോഗ്യോപനിഷത്തിനകത്ത് ഈ ഒരു മന്ത്രം കാണാം. സമൂലാഹ സൗമ്യ ഇമാഃ സർവാഃ പ്രജാഃ സദായതനാഃ സത്പ്രതിഷ്ഠാഃ എന്ന്. ഛാന്തോഗ്യം 6:8-4. അപ്പോൾ ഛാന്തോഗ്യത്തിനകത്ത് ഈ ഭാഗമാണ് ഈ തത്വമസി ശ്വേതകേതോ എന്നുള്ള ഉപദേശത്തിൻ്റെ ഭാഗമുണ്ടല്ലോ. അവിടെ സത്ത് എന്നുള്ളതാണ് പ്രയോഗം. സത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, സത്തിനാലെല്ലാം നിലനിൽക്കുന്നു, സത്തിലെല്ലാം വിലയം പ്രാപിക്കുന്നു. സദൈവ സൗമ്യ ഇദമഗ്ര എന്നുള്ള ആ തരത്തിലുള്ള മന്ത്രങ്ങളെല്ലാം നമ്മൾ മുമ്പേ കാണുകയും ചെയ്തു. അപ്പോൾ ആ സത്തിനെയാണ് അവിടെ ഛാന്തോഗ്യോപനിഷത്തിലെ ആയതനമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അതാണ് സദായതനാഹ. സത്താകുന്ന ആയതനത്തോടു കൂടിയിട്ടുള്ളതാണ് ഈ കാണപ്പെടുന്ന സർവാഫ് പ്രജാഹ. എല്ലാ പ്രജകളും സത്താകുന്ന ആയതനത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ആയതനം അവിടെ സത്താണെന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്പ്രതിഷ്ഠാഹ, സത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ആയതനം എന്ന് പറയുമ്പം തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ വീണ്ടും ഒന്നുകൂടി സത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മറ്റൊന്നിൽ അസത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ പ്രധാനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടില്ല എന്നും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ സത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, സത്താണ് ആയതനം, പക്ഷേ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനത്തിലാണ്. ഇങ്ങനെ വന്നാലോ? അപ്പോൾ അതിനെ അവിടെ നിഷേധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നിൽക്കുന്നത് പരമാത്മാവിലാണ്, പക്ഷെ വൈവിധ്യങ്ങൾ മുഴുവൻ പരമാത്മാവിലാണ് മായ നിൽക്കുന്നത്, അല്ലെങ്കിൽ മായയ്ക്ക് പകരം ഇവിടെ പ്രധാനമെന്ന് എടുത്തിരിക്കുന്നു. പരമാത്മാവിലാണ് പ്രധാനം നിൽക്കുന്നത്, എല്ലാ വൈവിധ്യങ്ങളും നിൽക്കുന്നത് പ്രധാനത്തിലാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടല്ലോ, ഒരു ഭേദകൽപ്പന ഉണ്ടല്ലോ. അത് ഇവിടെ തന്നെ ഈ മന്ത്രത്തിൽ, ചാന്തോക്യോപനിഷത്തിൽ ഈ മന്ത്രത്തിൽ അത് നിഷേധിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് സദായതനാഹ സത്പ്രതിഷ്ഠാഹ എന്ന്, സത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അതായത് പ്രധാനത്തിലല്ല എന്ന്. അപ്പം പ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നതാണ്, വേദാന്തികൾ പറഞ്ഞിരിക്കുന്നതും അല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് അക്കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും ഈ പ്രധാനത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ശക്തിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശാക്തേയന്മാർ പറയുന്നതാണ്, വേദാന്തികൾ പറയുന്നതല്ല എന്ന്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഭേദങ്ങളുണ്ട്. അതിനെയാണ് മതഭേദങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം എടുത്ത് നോക്കിക്കേ, പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം എന്ന്. അത് ഈ മുണ്ടകോപനിഷത്ത് തന്നെയുണ്ട്. പുരുഷ ഏവ ഇതം വിശ്വം കർമ്മ തപഃ ബ്രഹ്മ പരാമൃതം. ഈ പുരുഷൻ തന്നെയാകുന്നു ഇതം സർവം എന്നുള്ള അർത്ഥത്തെ അവിടെ കിട്ടുന്നുണ്ട്. വിശ്വം, ഇതം വിശ്വം, കർമ്മ, തപഃ, ബ്രഹ്മ, ഇങ്ങനെയുള്ളതെല്ലാം അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ബ്രഹ്മൈവേദം ബ്രഹ്മയേവ ഇതമൃതം പുരസ്താത് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ. മുണ്ടകം 2.2.1.1 അവിടെ പറയുന്നുണ്ട്. 2.2.1 പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ഈ ബ്രഹ്മയേവ ഇതമൃതം പുരസ്താത്. അപ്പോൾ മുന്നിലും ബ്രഹ്മമാണ്, പിന്നിലും ബ്രഹ്മമാണ്. ദക്ഷിണതശ്ച ഉത്തരേണ, ദക്ഷിണത്തിലും ഉത്തരത്തിലും നിൽക്കുന്നതും ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവം ബ്രഹ്മ എന്നുള്ളത് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. അതായത് അവിടെ പ്രധാനം എന്ന് പറയുന്നത് അല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതി, പ്രധാനം എന്ന് പറയുമ്പം പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല എന്ന രീതിയിൽ പ്രകൃതിയെ തന്നെ ഇവിടെ നിഷേധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. സാധാരണഗതിയിൽ ഈ എല്ലാവർക്കും ഈസിയായിട്ട് എത്തുന്ന ഒന്നാണ് പ്രകൃതിയിലെത്തുക. പിന്നെ വേണമെങ്കിൽ പ്രകൃതിയുടെ മൂലരൂപമായിട്ട് മൂലപ്രകൃതിയെ പറയുക. മൂലപ്രകൃതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാം മൂലപ്രകൃതിയിൽ ലയിക്കുന്നു, പിന്നീട് മൂലപ്രകൃതിയിൽ നിന്നും എല്ലാം തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ അത് യുക്തിഭദ്രമായിട്ട് നമുക്ക് തോന്നുന്നു, ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൂലപ്രകൃതിയും ബ്രഹ്മവും തമ്മിലുള്ള ആ ഒരു സംബന്ധം അതെങ്ങനെയാണ് എന്നുള്ളത്. മൂലപ്രകൃതി ബ്രഹ്മത്തിൽ നിന്നുണ്ടായിട്ട് നിൽക്കുന്നുവോ, ബ്രഹ്മത്തിൽ നിൽക്കുന്നുവോ, ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം അവിടെ ഉടലെടുക്കുന്നു. ബ്രഹ്മം തന്നെയാണോ, ഇപ്രകാരമൊക്കെയാണ്. ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്ന അന്യമായ ഒന്നാണോ, ബ്രഹ്മത്തിൽ നിൽക്കുന്ന അന്യമായ ഒന്നാണോ, ബ്രഹ്മത്തിലല്ലാന്ന് മറ്റെവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ, ബ്രഹ്മം തന്നെ മൂലപ്രകൃതി ആയതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഈ മൂലപ്രകൃതിയും ബ്രഹ്മവുമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ശക്തി എന്ന് പറയും. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ശക്തിയുടെ ത്രിഗുണാത്മികമായിട്ടുള്ള ഈ ശക്തി വിശേഷങ്ങൾ, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം എവിടെ നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും എല്ലാം ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാം മറുപടി ഇവിടെയാണ്, അതെല്ലാം ബ്രഹ്മമല്ലാണ്ട് ഇവിടെ മറ്റൊന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മൈവേദം ഇതം അമൃതം പുരസ്താ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തമേവ ഏകം ജാനത ആത്മാനം. അതുകൊണ്ട് ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഇവിടെ ആത്മാ, സ്വശബ്ദാത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാ തന്നെയാണ്. ഇത് രണ്ടായിട്ട് കാണേണ്ട. ആത്മശബ്ദം കൊണ്ട് പരമാത്മാ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ജീവാത്മാവുമല്ല. അപ്പം ആ ആത്മാവിനെ അറിയുക എന്ന്. അങ്ങനെ അറിഞ്ഞാലുള്ള ഫലവും കൂടെ പറയുന്നുണ്ട്. കഠോപനിഷത്തിനകത്ത് പറയുന്നുണ്ട്, മൃത്യോസമൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. അറിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞാലുള്ള ഫലം ഇതിൻ്റെ വിപരീതമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അറിഞ്ഞില്ലെങ്കിൽ, ബ്രഹ്മമാണ് ഏകം ആത്മാനം എന്നുള്ളതിനെ അറിഞ്ഞില്ലെങ്കിൽ ഇതാണ് ഫലം. മൃത്യോസമൃത്യുമാപ്നോതി, മൃത്യുവിൽ നിന്നും അവൻ മൃത്യുവിലേക്ക് പോകുന്നു. യൈഹ നാനേവ പശ്യതി. ഇവിടെ നാന എന്നുള്ളത്, ഇവിടെ പലതായിട്ട് കാണുന്നവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു. അപ്പം പലതായിട്ട് കാണുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വൈവിധ്യങ്ങളുടെ ഒരു മൂലരൂപവും പിന്നെ അതിൻ്റെ വിവൃത രൂപവും, അതായത് എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള പ്രധാനത്തിലുള്ള സ്ഥിതിയും പിന്നെ പ്രധാനം വികസിച്ചുണ്ടാകുന്ന പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും എല്ലാം ഇങ്ങനെ കാണുന്നവൻ, പിന്നെ ബ്രഹ്മവും. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ കാണുമ്പോൾ ഇതെല്ലാം കൂടെ ധരിച്ചുകൊണ്ട് നടക്കുന്നവൻ എന്നുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളവനാണെങ്കിൽ മൃത്യോസമൃത്യും ആപ്നോതി. കാരണം അവിടെ ഏകമാത്മാനം എന്നുള്ളത് കണ്ടില്ല. അപ്പോൾ ഏകമാത്മാനം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങളും ഒന്ന്, പിന്നെ ഏകമായ ആത്മാവ് വേറൊന്ന്. ഇപ്രകാരം രണ്ടിനെ കാണാനല്ല പറഞ്ഞത്. ആ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. വൈവിധ്യങ്ങൾ പ്രപഞ്ചോപശമം ശിവം ശാന്തം അദ്വൈതം, ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചം ഉപശമിച്ച് പ്രപഞ്ചമില്ലാത്ത ഏകമായ ആത്മാ എന്ന്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഏകം ആത്മാനം എന്നുള്ള പ്രയോഗം. പ്രപഞ്ചത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്നതായ, ധരിച്ചു നിൽക്കുന്നതായ ഏകമാത്മാവാണോ, പ്രപഞ്ചമൊന്നും ഇല്ലാത്തതായ ഏകമാത്മാവാണോ? അത് രണ്ടാമത്തിന് അടുത്ത ചോദ്യം വരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ആത്മാവാണെങ്കിൽ അത് എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ ബുദ്ധിക്ക് പെട്ടെന്ന് കഴിയും. അപ്പം ബുദ്ധിക്ക് പെട്ടെന്ന് കഴിയാൻ സാധിക്കുന്നതൊന്നും ആത്മജ്ഞാനമല്ല എന്നും കൂടെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള ഒന്നാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അറിഞ്ഞു, ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ആശയമാണെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് സംതൃപ്തി ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് ഈ ആത്മാവിൻ്റെ ഒരു നിർവചനമായിട്ട് എടുക്കുക നമുക്ക് സാധ്യമല്ല. പിന്നെ ഇപ്പോൾ എന്താണുള്ളത്? പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം. ഈ പ്രയോഗം നമ്മൾ മറക്കരുത്. അപ്പം പ്രപഞ്ചം ഉപശമിച്ചു, പ്രപഞ്ചമില്ലായ്മയാണ് ഉപശമിച്ചു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം യാതൊന്നിൽ അവസാനിച്ചു, പ്രപഞ്ചോപശമം. അപ്പം പ്രപഞ്ചമില്ല, അപ്പോൾ മാത്രമാണ് ഏകം ആത്മാനം എന്നുള്ള പ്രയോഗം. ഇപ്പോൾ ഈ ഏകം എന്നുള്ള, അതുകൊണ്ട് അത് ഈ എന്താണ്, ഏകത്തിന് സജാതീയ വിജാതീയ സ്വഗത ഭേദരഹിതം, അതാണ് ഏകം എന്ന് പറയുമ്പോൾ. ഒന്നെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സജാതീയ വിജാതീയ, സജാതികളിൽ സജാതികൾ ഭേദമില്ല, പിന്നെ വിജാതി ഭേദമില്ല, സജാതീയ വിജാതീയ, പിന്നെ സ്വഗത ഭേദമില്ല. അപ്പോൾ സ്വഗത ഭേദം എന്ന് പറഞ്ഞു കഴിയുമ്പം സജാതി വിജാതി നമുക്ക് മനസ്സിലാകാം. ഈ സ്വഗത ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ സ്വഗത ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് അംഗഭേദങ്ങളുണ്ടല്ലോ. കാല് വേറെ, കൈ വേറെ, കണ്ണുകൾ വേറെ, ഇങ്ങനെ ചെവി വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനേകം ഭേദങ്ങളുണ്ട്. അതുമില്ലാത്തതിനെയാണ് സ്വഗത ഭേദരഹിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഏകം എന്ന് പറയുക സാധ്യമാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടണം എന്നാണ്. അപ്പോൾ അപ്പോൾ ആ ഏകരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏകരസം? ബൃഹദാരണ്യ ഉപനിഷത്തിൽ 4:5-13 ഏകരസം എങ്ങനെയുള്ളതാണെന്ന് പറയുന്നുണ്ട്. സ യഥാ സൈന്ധവഘനഃ അനന്തരോ അബാഹ്യഃ കൃഷ്ണോ രസഘനഃ ഏവം വാ അരേ അയമാത്മാ അനന്തരഃ ബാഹ്യഃ കൃഷ്ണഃ പ്രജ്ഞാനഘന ഏവ എന്ന്. അപ്പം സൈന്ധവഘനം എന്ന് പറഞ്ഞിരിക്കുന്ന ഉപ്പുകട്ട, ഒരു ഉപ്പുകട്ടയുടെ ഉള്ളും പുറവും എല്ലാ ഭാഗവും എപ്രകാരം ഒരേപോലെ ഏകരസമായിരിക്കുന്നുവോ, എല്ലായിടത്തും ഒരേ രസമാണ്, ഭേദങ്ങളൊന്നുമില്ല ഇരിക്കുന്നു. അതുപോലെയാണ് ഈ ആത്മാ ഏകരസമായിരിക്കുന്നു. ആത്മാ എങ്ങനെയാണ്? ആത്മാ അനന്തരഃ അബാഹ്യഃ, അനന്തരഃ അന്തരമില്ലാത്തത് അനന്തരഃ, അബാഹ്യഃ ബാഹ്യമില്ലാത്തത്,
കൃഷ്ണ പ്രജ്ഞാനഘനയേവ. ആത്മാ എന്താണ്? പ്രജ്ഞാനഘനമാണ് എന്ന്. പ്രജ്ഞാനം ബോധം ആണെന്നുള്ള അർത്ഥം. അതിനെയാണ് പ്രജ്ഞാനഘന എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രജ്ഞാനഘന എന്ന വാക്ക് സൈന്ധവ ഘനഹ എന്നുള്ളതുമായിട്ട് ഉള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ബോധവും ബോധഘനവും തമ്മിൽ, അല്ലെങ്കിൽ പ്രജ്ഞാനവും പ്രജ്ഞാനഘനവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. പ്രജ്ഞാനമേവ പ്രജ്ഞാനഘനഃ ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നമുക്ക് എന്താണ് ഘനീഭൂതമായ പ്രജ്ഞാനമാണ്, ഘനീഭൂതമായ ബോധമാണ്, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രജ്ഞാനം പ്രജ്ഞാനഘനം രണ്ടും ഒന്ന് തന്നെ, വ്യത്യാസമൊന്നും വരത്തില്ല. അല്ലെങ്കിൽ എന്താണ് ഈ ലൂസ് ബോധവും പിന്നെ ഘനമായ ബോധം, ഇങ്ങനെ പറയേണ്ട കാര്യം. ലൂസ് ബോധം എന്ന് പറയുന്ന അതൊന്നുമല്ല. അപ്പോൾ ഉടനെ വേറെ ചിലരുടെ ഐഡിയയും കൊണ്ടുവരാം. അതായത് പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതി. അങ്ങനെ വരുമ്പോൾ ബോധം പ്രതി എന്ന് പറയുമ്പോൾ അതൊരു ഓരോരോ ചിത്തവൃത്തികളോടൊപ്പം നിൽക്കുന്ന ബോധത്തിനെ ലൂസ് ബോധമായിട്ടും, പിന്നെ ഒരു ചിത്തവൃത്തിയും ഇല്ലാത്ത ബോധത്തിനെ ഘനീഭൂതമായ ബോധം എന്നും പറഞ്ഞുകൂടെ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഏകം രസമാത്മ എന്നുള്ള ഏകമാത്മാനം എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ ആത്മാവിന് ഏകത്വം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. എപ്പോഴും ആത്മാ ഏകമാണ്. അതൊരിക്കലും നാനാ എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത്. യൈഹ നാനേവ പശ്യതി മൃത്യോസമൃത്യുമാപ്നോതി യൈഹ നാനാ ഇവ പശ്യതി. നാനാ എന്നുള്ളത് ഒരിക്കലും ഈ ആത്മാവിലേക്ക്, നാനാ എന്ന് പറഞ്ഞാൽ ധാരാളം ഉള്ളത്, ഒരിക്കലും ആത്മാവിൽ ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ ഈ സേതു ശബ്ദം കൊണ്ട് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? സേതു ശബ്ദത്തിന്, സേതു എന്ന് പറയുമ്പോൾ വാക്ക് എങ്ങനെയുണ്ടായി? ഷിഞ്ഞാണ് ധാതു. ഷിഞ്ഞ് ബന്ധനെ എന്നാണ് അർത്ഥം, ബന്ധിപ്പിക്കുന്നതെന്നാണ് സേതുവിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്പം എന്താ ബന്ധിപ്പിക്കുന്നത്? അപ്പോൾ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് ഈ സേതു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമസേതു എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ സേതു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള അർത്ഥമില്ല. രണ്ടെണ്ണത്തിനെ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ബന്ധിപ്പിച്ചാൽ മതി. രണ്ടെണ്ണത്തിനെ ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്തിനെ രണ്ടെണ്ണത്തിനെയാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന്? ഇവിടെ എന്ന് പറയുന്നത് ഒരു ഈ തമേവ ഏകം ജാനത ആത്മാനം അന്യാവാചോ വിമുഞ്ചത അമൃതസ്യ യേഷ സേതു എന്നുള്ള, അമൃതത്തിൻ്റെ സേതു ഇതാവുന്നു. അതായത് അമൃതവുമായിട്ട് ഈ മൃത്യോസമൃത്യുമാപ്നോതി എന്ന് പറയുന്നത് മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്കാണ്. മൃത്യുവും അമൃതം ഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്നുള്ളത് ഉണ്ടല്ലോ. മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്കെന്നുള്ള പ്രയോഗം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സേതു എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ മറ്റൊന്നല്ല. ആ അമൃതത്തിലേക്ക് എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള, അത് മറ്റൊരു തരത്തിലല്ല ജ്ഞാനേന എന്ന്. ജ്ഞാനം കൂടാതെ മറ്റൊന്നുമില്ല. കാരണം അജ്ഞാനമാണ് മൃത്യു ഹേതുവായിട്ട് നിൽക്കുന്നത്. ജ്ഞാനത്തിനാൽ അമൃതപ്രാപ്തി ഉണ്ടാകും. ഇത്രയേ അവിടെ അർത്ഥം എടുക്കേണ്ടതുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമൃതത്വമാണ് അവിടുത്തെ മുക്തി. അപ്പോൾ ഇതിനാൽ ഈ മന്ത്രത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുക്തിപ്രാപ്തി തന്നെയാണല്ലോ. ഏകം ആത്മാനം എന്നുള്ള പ്രയോഗത്തിലൂടെ മുക്തിപ്രാപ്തി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുക്തോപസൃപ്യവ്യപദേശാത് ഉപസൃപ്യം എന്ന്. മുക്ത ഉപസൃപ്യ വ്യപദേശാത്, മുക്തിക്കുള്ള ഉപായമായിട്ട് അല്ലെങ്കിൽ പ്രാപ്തി ഹേതുവായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതിനാൽ ഏകമായ ആത്മാവിനെ ഈ മുക്തിക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. ഉപസരതി, ഉപസൃപ്യ, ഇങ്ങനെയുള്ള ഈ പ്രയോഗം ഇതാണ്. സൃ ആണ് ധാതു. സരതി എന്നുള്ള പോവുക എന്നർത്ഥം. അപ്പം മുക്തിയിലേക്ക് പോകാൻ സഹായിക്കുന്നത് യാതൊന്നാണോ ആ ഉപദേശത്തെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതാണ് മുക്തോപസൃപ്യ വ്യപദേശാത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫലം എന്താണ്? മുണ്ടകൻ 2:2-8 പറയുന്നുണ്ട്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ
ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന്. പരവും അവരവുമായിരിക്കുന്ന ഈ ആത്മാവിനെ തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നുള്ള പ്രയോഗത്തിൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഇവൻ്റെ ഹൃദയഗ്രന്ഥികൾ, അജ്ഞാനം കാമം കർമ്മമാകുന്നതിനെയാണ് ഈ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം എടുക്കരുത്. അതായത് ഇത് മറ്റൊരു തരത്തിൽ അർത്ഥം എടുത്തതിന് ശേഷം പിന്നെ മൂർധാവിലേക്ക് പ്രാണനെ കയറ്റുക, എന്നിട്ട് മൂർധാവിൽ കൂടെ പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്നൊക്കെ എന്നുള്ള ധാരണകൾ ഇവിടെ വെക്കേണ്ടതില്ല എന്ന്. അതായത് ഇതൊന്നും നമ്മൾ ഈ ജ്ഞാനമാണ് അറിയാതിരിക്കുമ്പോൾ ജ്ഞാനത്തിന് പകരം മറ്റുള്ള ഉപായങ്ങൾ തേടാൻ പോകും. ജ്ഞാനത്തിന് പകരം മറ്റുള്ള ഉപായം എന്ന് പറയുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് പ്രാണസഹായമാണെന്ന് പറയും. പ്രാണനെ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ എല്ലാം കളി നിൽക്കുന്നത്. പ്രാണനെ ഈ മൂർധാവിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മൂർധാവിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാണ് കാണിക്കാൻ ഓരോരുത്തരും തുനിയുന്നത് എന്നർത്ഥം. ഇവരെത്രയേ ഉള്ളൂ. അവരുടെ മനസ്സിനെ കൊണ്ട് അവരുടെ പ്രാണനെ അവരുടെ ദേഹത്തിൽ നിന്നും മുകളിലേക്ക്, ദേഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അവർ കയറ്റുന്നു. ഇങ്ങനെ പ്രാണനെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അവരുടെ മനസ്സുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് പ്രാണനെ കയറ്റിയിട്ട് അവർ സർവോത്കൃഷ്ട ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന്, സർവോത്കൃഷ്ട പ്രാപ്തി അവരുണ്ടായി തുടങ്ങിയിട്ടുള്ളതെല്ലാം അവർ വിചാരിച്ചു നിൽക്കുന്നു. അപ്പോൾ എത്ര കാലത്തേക്കെന്നുള്ളതാണ്. അപ്പോൾ എന്തിനും ഒരു 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 കുറച്ച് ബലം എന്തെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബലം കിട്ടുന്നു കൂടി വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള ബ്രഹ്മലോക പ്രാപ്തി വരെ വേണമെങ്കിൽ കിട്ടത്തില്ല എന്ന് പറയത്തില്ല. കാരണം എന്തും ഇവിടെ സാധ്യമായിട്ടുള്ളതായതുകൊണ്ട് ബ്രഹ്മലോക പ്രാപ്തി വരെ കിട്ടാം. പക്ഷേ ഇവരിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ശരീരത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സുകൊണ്ട് പ്രാണനെ ഹൃദയത്തിൽ നിന്ന് മൂർധാവിലേക്ക് കടത്തിവിട്ടെന്നോ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഈ ശരീരത്തിൻ്റെ തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതിനെ അല്ല ഈ മുക്തിക്കുള്ള മാർഗമായിട്ട് പറയുന്നത്. പകരം ജ്ഞാനമാണുള്ളതാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ തലം എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മമായിട്ട് നമ്മൾ ആത്മാവിനെ ബ്രഹ്മമായിട്ട് തിരിച്ചറിയുന്നു. അതായത് ജീവാത്മാവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതിനെ ബ്രഹ്മമായിട്ട് തിരിച്ചറിയണം. അപ്പോൾ അത്രേ വേണ്ടു. ജീവാത്മാവിനെ ബ്രഹ്മമായിട്ട് അറിയുക എന്ന് പറയുന്നതിനകത്ത് അറിവ് മാത്രമാണ് ആവശ്യമുള്ളത്, അല്ലാതെ പ്രവൃത്തിയല്ല ആവശ്യം. അതുകൊണ്ട് സർവകർമ്മ നിരാസം ആണ് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർമ്മസഹായം അല്ല. അങ്ങനെ വരുമ്പോൾ ജീവാത്മാവിനെ ബ്രഹ്മമാക്കാൻ വേണ്ടിയിട്ട് പ്രാണാദികളുടെ സഹായം സ്വീകരിക്കൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒരുമാതിരി വേണ്ടാത്ത സഹായം തേടലായിട്ട് പോകും എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ ഇതൊക്കെ വേണ്ട വിധത്തിൽ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഹൃദയഗ്രന്ഥി ഛേദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അവൻ്റെ ഹൃദയം ഇങ്ങനെ തുടിച്ച് വളരെ വലുതായിട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അർത്ഥം എടുക്കാൻ പോകും. അപ്പോൾ ഈ ഹൃദയഗ്രന്ഥി എന്നൊക്കെ ഉള്ളത് പ്രയോഗം മാത്രമാണ്. ഇതും ഈ ഫിസിക്കൽ ബോഡിയുടെ ഭാഗമായിട്ടുള്ള ഹൃദയവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. വിദ്യതേ ഹൃദയഗ്രന്ഥി. അപ്പോൾ ഇവിടുത്തെ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് അജ്ഞാനം കാമം കർമ്മം എന്ന് വ്യക്തമായിട്ട് ഭാഷ്യത്തിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത് അജ്ഞാനം കാമം കർമ്മമാണ്. ഹൃദയത്തിലുള്ള ഗ്രന്ഥിയാണല്ലോ ഹൃദയഗ്രന്ഥി. അജ്ഞാനവും കാമവും കർമ്മവും. ഇപ്പം കർമ്മത്തിൻ്റെ കാരണം കാമം, കാമത്തിൻ്റെ കാരണം അജ്ഞാനം. അജ്ഞാനം എവിടെയാണ് നിൽക്കുന്നത്? അതാണ് ഇവിടുത്തെ ഹൃദയം എന്ന് പറയുന്നത്. അതാണ് ഹൃദയഗ്രന്ഥി. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. അങ്ങനെ വരുമ്പോൾ സർവസംശയങ്ങളും അവിടെ അവസാനിക്കുന്നു. അപ്പോൾ അജ്ഞാനം പിന്നെ സംശയം, ഇതാണ് ഇതിനകത്തെ കാര്യം. അജ്ഞാനം സംശയം എന്ന് പറയുന്നതിന് അജ്ഞാനം കൊണ്ടാണല്ലോ സംശയം നിൽക്കുന്നത്. ആ അജ്ഞാനം കൊണ്ടാണ് കാമവും കർമ്മവും ഉണ്ടായത്. സംശയം എന്ന് പറയുന്നത് ഇവിടെ മുക്തിക്ക് ഉപായം എന്താണെന്ന് ഉള്ള അന്വേഷണം വരുന്നത് തന്നെ സംശയം കൊണ്ടാണ്. പിന്നെ ജീവാത്മാവിൻ്റെ ഗതി എന്താകുമോ എന്നുള്ളത് തന്നെ വേറൊരു സംശയം. മരണാനന്തരം എവിടെ പോകുമെന്നുള്ളത് വേറൊരു സംശയം. ഇതിനകത്ത് എന്ത് കിട്ടിയാലാണ് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം. പിന്നെ ആ സംശയത്തിന് കുറച്ച് അറിവുകളുണ്ട്. ഇതിനാണ് ഈ അല്പജ്ഞാനം എന്ന് പറഞ്ഞത്. അതായത് ഇത് ചെയ്താൽ അത് പരിഹാരമായി, ഇത് ചെയ്താൽ അത് പരിഹാരമായി എന്ന് പറഞ്ഞിട്ട് പരിഹാരങ്ങൾ തേടലും ചെയ്യലും. പിന്നെന്ന് പറഞ്ഞാൽ എൻഗേജ്ഡ് ആകും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൈം പാസ്സായിട്ട് നിൽക്കുമല്ല. അങ്ങനെ ചത്തുപോകുന്നു പാവം ശിവ അങ്ങനെ ഓരോന്നും ചെയ്ത് പിന്നെ
കുറച്ച് നേടി, കുറച്ച് നഷ്ടപ്പെട്ടു, കുറച്ച് എന്നെ പ്രശംസ കിട്ടി, കുറച്ച് എന്നെ നിന്ദിച്ചു, ഞാനിത് കുറച്ച് ചെയ്തു, ഞാനിത് ചെയ്തില്ല, വിട്ടുപോയി, അത് ചെയ്യാൻ എൻ്റെ മക്കളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെന്താ ചത്തുപോകുന്നു പാവം ശിവ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ദിവസം അങ്ങ് ആളില്ലാണ്ടായി പോകും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് പറയാം. നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് ചെയ്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് സർവാരംഭാഹി ദോഷേണ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. എല്ലാ കർമ്മങ്ങളും ദോഷയുക്തമാണ് എന്നുള്ള പ്രയോഗമുള്ളത് കാരണം അവിടെ പുണ്യം കിട്ടി, പക്ഷേ കൂട്ടത്തിൽ കുറച്ച് പാപവും കിട്ടി. അതാണ് പാപവും പുണ്യവും കൂടെ ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിന് എവിടം വരെ പോകാമോ അവിടെ എല്ലാം പോകും എന്ന് മാത്രമേ ഉള്ളൂ. അജ്ഞാനം പോകാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അജ്ഞാനം പോകത്തുള്ളൂ. അജ്ഞാനം പോകാൻ ജ്ഞാനം വരണം. ജ്ഞാനം വരാതെ മറ്റെന്ത് ചെയ്തിട്ടും അവിടെ കാര്യമില്ല. യഥാ സർവേ പ്രമുച്യന്തേ കാമായസ്യ ഹൃദിശ്രുതാഃ അധമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്നുതേ. ഇത് ബൃഹദാരണ്യത്തിലെ 4:4-7 നമുക്ക് ഇങ്ങനൊരു മന്ത്രമുണ്ട്. യഥാ സർവേ പ്രമുച്യന്തേ, വിദ്വാൻ്റെ ഹൃദയത്തിലുള്ള കാമങ്ങൾ എപ്പോൾ നിശേഷം നശിക്കുന്നുവോ അപ്പോൾ മർത്യൻ അമർത്യനായിട്ട് മരണാതീതൻ അഥവാ നാശരഹിതനായിട്ട് ബ്രഹ്മമായി ഭവിക്കുന്നു. അതാണ് സർവേ കാമാഹ അസ്യ ഹൃദിശ്രുതാഹ. ഹൃദയത്തിനെ ആശ്രയിച്ചിരിക്കുന്നതായ സർവേ കാമാഹ, സർവകാമങ്ങളും യഥാ സർവേ പ്രമുച്യന്തേ എന്ന്, അതാണ് നശിക്കുന്നുവോ എന്നുള്ള. പ്രമുച്യന്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നു എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കുന്നുള്ളൂ. പ്രമുച്യന്തേ അതായത് കാമങ്ങളില്ലാത്ത അവസ്ഥ ഉള്ള സ്ഥിതിയിലേക്ക്, അകാമഹ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും. കാമരഹിതനായിട്ട് എപ്പോൾ ഭവിക്കുന്നുവോ എന്ന്. അപ്പം കാമരഹിതനായിട്ട് ഭവിക്കണമെന്നുണ്ടെങ്കിൽ അജ്ഞാനം, കാമം, കർമ്മമാണ് നിൽക്കുന്നത്. അപ്പം കർമ്മരഹിതനാവണമെങ്കിൽ കാമരഹിതനാവണം, കാമരഹിതനാവണമെങ്കിൽ അജ്ഞാനരഹിതനാവണം എന്ന്. അപ്പം അജ്ഞാനം ആണ് ഹൃദയഗ്രന്ഥി നമ്മൾ പറയേണ്ടത്. അജ്ഞാനം, കാമം, കർമ്മത്തിനെയാണല്ലോ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അജ്ഞാനമില്ലാതായാൽ ഇവിടുത്തെ പ്രശ്നം അതോടുകൂടി അവസാനിക്കുന്നു. അജ്ഞാനമില്ലാണ്ടായാൽ അധമർത്യോ അമൃതോ ഭവതി. പിന്നെ ഈ മർത്യൻ അമർത്യനാണ്. അപ്പം ലോകവുമായിട്ട് ഇവനെ ബന്ധിപ്പിച്ചത് അജ്ഞാനമാണ്. അജ്ഞാനം പോകുന്നതോടുകൂടി മൃത്യുലോകവുമായിട്ട് അവന് ബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ അവൻ അമർത്യനാണ്. അത്ര ബ്രഹ്മ സമശ്നുതേ. അമർത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മമല്ലാണ്ട് മറ്റൊന്നുമല്ല. അതുകൊണ്ട് അത്ര ബ്രഹ്മ സമശ്നുതേ. ഇവൻ അമർത്യനായിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നോ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് ഇവൻ അമർത്യനാകുന്നോ ഇങ്ങനെയുള്ള ഭേദകൽപ്പനയൊന്നും ഇവിടെ ആവശ്യമില്ല. രണ്ടും തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുകയാണ് ഇനിയും ഈ മന്ത്രം കൊണ്ട് മന്ത്രത്തിൽ വ്യക്തമായിട്ട്, അതായത് ഈ മന്ത്രത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മൾ ആദ്യം കണ്ട മന്ത്രം ഉണ്ടല്ലോ, ഈ സൂത്രത്തിന് കാരണമായിട്ടുള്ള മന്ത്രം, യസ്മിൻ ദ്യൗ പൃഥിവി. അപ്പോൾ ആ മന്ത്രത്തിൽ പ്രധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രധാനം ഇവിടെ സ്വീകരിക്കരുത് എന്ന്. അതായത് യസ്മിൻ ദ്യൗ തുടങ്ങിയിട്ടുള്ളതെല്ലാം കാരണമായിട്ട് പ്രധാനം അല്ലെങ്കിൽ പ്രകൃതിയാണ്, അല്ലെങ്കിൽ മൂലപ്രകൃതിയാണ്, അല്ലെങ്കിൽ ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത് എന്ന് വ്യക്തമായിട്ട് അടുത്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. ന അനുമാനം അതശബ്ദാത്. ന അനുമാനം, അങ്ങനെ അനുമാനിക്കരുത് എന്ന്. ഇത് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരും പ്രകൃതിയിലേക്കും മൂലപ്രകൃതിയിലേക്കും വരെ പോയിട്ട് അവിടെ അങ്ങ് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതിൽ നിന്നും ഭിന്നമായിട്ട് ആത്മാവിനെയും പറഞ്ഞ് സംതൃപ്തരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു, അതശബ്ദാത്. തത് ശബ്ദം എന്ന് പറയുന്നത്, തത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനത്തെയാണ്. അപ്പം ഇവിടെ തത് ശബ്ദാത്ത് എന്ന് പറയുമ്പം പ്രധാനം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉള്ളതിനാൽ എന്ന് പറയണം. അതത് ശബ്ദാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനം എന്ന വാക്ക് അവിടെ ഇല്ലാത്തതിനാൽ. ഏതിൽ? ഈ മന്ത്രത്തിലില്ല. അവിടെ പിന്നെ ഉള്ളത് ഏതാ? ഏകം ആത്മാനം എന്നുള്ള ആത്മശബ്ദമാണ് ഉള്ളത്. തത് ശബ്ദമല്ല ഉള്ളത്, പകരം ആത്മശബ്ദമാണുള്ളത്. അതുകൊണ്ട് അനുമാനം, അതുകൊണ്ട് പ്രധാനത്തെ ഇവിടെ എടുക്കരുത്, സ്വീകരിക്കരുത്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തതാണ്, ഈ ജീവാത്മാവിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു അർത്ഥം എടുക്കാമല്ലോ. കാരണം എല്ലാം ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്.
ഈ ഇതുണ്ടല്ലോ, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ടാ സാ പരാഗതി. അപ്പോൾ ഇപ്രകാരമുള്ള മന്ത്രങ്ങളെല്ലാം കൊണ്ട്, അപ്പോൾ അവിടെയാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, ഇന്ദ്രിയങ്ങൾക്ക് പരമമായിട്ടുള്ള അർത്ഥങ്ങൾ, വിഷയങ്ങൾ, അർത്ഥേഭ്യശ്ച പരം മനഃ, അർത്ഥങ്ങളിൽ നിന്ന് പരമായിട്ടുള്ളത് മനസ്സാണ്, മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനേക്കാളും പരമായിട്ടുള്ളത് ബുദ്ധിയാണ്, ബുദ്ധേരാത്മാ മഹാൻ പരഃ, ബുദ്ധിയിൽ നിന്ന് ഉപരിയായിട്ട് ഹിരണ്യഗർഭനാണ്, മഹതഃ പരമവ്യക്തം, അതിനുമുപരിയായിട്ട് അവ്യക്തം നിൽക്കുന്നു, അവ്യക്താത് പുരുഷഃ പരഃ, അവ്യക്തത്തിനുമുപരിയായിട്ട് പുരുഷൻ നിൽക്കുന്നു, പുരുഷാന്ന പരം കിഞ്ചിത്ത്, പുരുഷനിൽ നിന്നും പരമായിട്ട് മറ്റൊന്നുമില്ല. ഇതൊരു സങ്കല്പത്തിലൂടെ പോയി കഴിയുമ്പോൾ ഒരുവൻ എത്തുന്നത് അവൻ്റെ തന്നെ ജീവാത്മാവിലാണ്. അവിടെ വെറും സങ്കല്പിച്ചു, ഇപ്രകാരം സങ്കല്പിച്ചു, അതായത് ഈ ക്രമമായിട്ട് പടികൾ കടന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നത് പോലെ, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ, ഉള്ളിലോട്ട് പോയി അവന് ഒരസ്തിത്വത്തിലേക്ക് എത്തി. ആ അസ്തിത്വത്തിനെ പരമാത്മാവ് എന്ന് വിളിച്ചിരിക്കുന്നു. പക്ഷെ അവനിപ്പോൾ എത്തിയിരിക്കുന്ന അസ്തിത്വം ഏതാണ്? ഇവനിങ്ങനെ ഒരു സങ്കല്പത്തിലൂടെയാണ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സങ്കല്പം കൊണ്ട് എത്തിച്ചിരിക്കുന്ന അസ്തിത്വത്തിലേ എത്തത്തുള്ളൂ എന്നാണ് സാരം. അപ്പം സങ്കല്പത്തിലൂടെയാണ് പോയെങ്കിൽ സങ്കല്പം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്നുള്ളതിനകത്തെ സങ്കല്പം മനസ്സിലേക്ക് കൊണ്ടുവന്നു. പിന്നെ മനസ്സിൽ നിന്ന് ആ സങ്കല്പം കൊണ്ട് ബുദ്ധിയിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ ബുദ്ധിയിൽ നിന്ന് ആ സങ്കല്പം കൊണ്ടുപോയിട്ട് സങ്കല്പിച്ചുണ്ടാക്കിയ മഹത്തിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ അവിടെയും സങ്കല്പിച്ചുണ്ടാക്കിയ മഹതഃ പരം അവ്യക്തത്തിലേക്ക് കൊണ്ടുവച്ചു. വീണ്ടും അത് സങ്കല്പമാണ് ഉണ്ടാക്കിയത്, മറ്റൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അവ്യക്താത് പുരുഷഃ പരഃ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സങ്കല്പിച്ച ഒരു പുരുഷനെ കൊണ്ടുവച്ചു. അങ്ങനെയുള്ളതിനകത്തും ഇവിടെ കാര്യമൊന്നുമില്ല എന്ന്. അത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കല്പത്തിന് വേണ്ടിയിട്ടുള്ളത് അല്ല എന്ന്. അവിടെ സങ്കല്പിക്കുക എന്ന് പറയുന്ന ഒരു ഉപാസനയായിട്ട് മാറി. അപ്രകാരമുള്ള ഉപാസനയും കാര്യമൊന്നുമില്ല. പക്ഷെ ചുരുക്കത്തിൽ അവിടെ ഒരുവൻ എത്തുന്നത് വീണ്ടും അവന് ഈ കർത്താവോ അല്ലെങ്കിൽ ഭോക്താവോ അല്ലെങ്കിൽ ജ്ഞാതാവോ ആയിട്ടിരിക്കുന്ന ജീവാത്മാവിൽ തന്നെയാണ് എത്തുന്നത്. മന്ത്രം എത്തുന്നത് പരമാത്മാവിലാണ്. പക്ഷെ ഒരുവൻ്റെ സങ്കല്പത്തിലൂടെ അവൻ പരമാത്മാവാണ് എത്തേണ്ടത് എങ്കിലും അവൻ എത്തുന്നത് ജീവാത്മാവിൽ തന്നെയാണ്. കാരണം പോയത് സങ്കല്പത്തിലൂടെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതിപ്പം പറയുന്നത് ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിനെ എന്നുള്ളതല്ല, തെറ്റിദ്ധരിക്കരുത്. ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. പക്ഷെ ഒരുവന് ആ പരമാത്മാവാണ് ഇത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ ജീവാത്മാവിൽ തന്നെ എത്തുന്നു. കാരണം ഇവൻ പോയത് സങ്കല്പത്തിലൂടെ ആയതുകൊണ്ട്. അപ്പോൾ സങ്കല്പത്തിലൂടെ പോകാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പകരം അവിടെ ജ്ഞാനത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ ആ ജ്ഞാനത്തിൻ്റെ പോകുമ്പോൾ ഇതിനെ അന്യവത്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആത്മവത്കരിക്കുക, അന്യവത്കരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിങ് മാത്രം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അവിടെ അതാത് ഭാഗങ്ങളിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ എപ്പോഴും അത് കാണുന്നതുമാണ്. അപ്പോൾ ഇവിടെ പ്രാണഭൃത് എന്നോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ജീവാത്മാവിനെയാണ്. അപ്പോൾ ഈ മന്ത്രത്തിലൂടെ ഓതം മനസ്സഹ പ്രാണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതായത് എല്ലാം ജീവാത്മാവുണ്ടെങ്കിലല്ലേ ഉള്ളൂ എല്ലാം നിൽക്കുന്നത്. ഇതൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആശയമാണല്ലോ. എല്ലാം ജീവാത്മാവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജീവാത്മാവിലാണ് എല്ലാം ലയിച്ചു ചേരുന്നത്. ഈ വിശ്വാത്മാവായിട്ട് നിൽക്കുന്ന ജീവാത്മാവിൽ ആണ് ഈ വിശ്വം നിൽക്കുന്നത്. പിന്നെ തൈജസനായിരിക്കുന്ന ജീവാത്മാവിലാണ് ഈ ഡ്രീം വേൾഡ് നിൽക്കുന്നത്. പിന്നെ ഈ വിശ്വവും പിന്നെ ഈ സ്വപ്നലോകവും രണ്ടും പ്രാജ്ഞനാകുന്ന പ്രാജ്ഞനിൽ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം ലയിച്ചു ചേരുന്നു, പിന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രാജ്ഞനിൽ നിന്നും ജീവാത്മാവിൽ പരമാത്മാവിലേക്കുള്ള ഭേദങ്ങളൊന്നുമില്ല. ഇപ്രകാരമൊക്കെയുള്ള, കാരണം അവിടെ വ്യത്യാസമൊന്നുമില്ല, ഏകതയാണുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ധാരണയിലേക്ക് കടക്കാം. കാരണം അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ യുക്തിക്ക് യോജിക്കുന്നതായിട്ട് ചേരുന്നതിനാൽ പെട്ടെന്ന് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്.
അപ്പം നമ്മുടെ ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിൽ കയറി കൈവെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളവരെ മേലെ ആണ് നമ്മൾ കൈവെക്കുന്നത്. ഈ തരത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ ഈ ഒരു 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 പാലം പോലെ, ഒറ്റത്തടി പാലം പോലെ കടന്നു ഉള്ളിടത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ എന്താണോ കയ്യിൽ പിടിക്കാൻ കിട്ടുന്നത് അതിന് മേൽ കയറി പിടിക്കും. അപ്പോൾ അതേമാതിരി ആത്മവിചാരത്തിൽ എന്തിൽ പോയിട്ട് നമ്മുടെ ബുദ്ധി മുട്ടി നിൽക്കുന്നിട്ട് ഇതാണിതെല്ലാം എന്നുള്ള ധാരണ നമുക്ക് കിട്ടുന്ന തരത്തിൽ കയറി പിടിച്ച് കളയും. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ ദുർഗം വധസ്തത് കവയോ വദന്തി എന്ന്. അന്യാശ്രയോ വിമുഞ്ചത എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യമാണ്. മറ്റുള്ളത് അന്യാം വാച്ച വിമുഞ്ചത, മറ്റുള്ള വാക്കുകളെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളെ ഉപേക്ഷിക്കുന്നതല്ല, മറ്റുള്ള ആശ്രയങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റേ ഒന്നിനെ പിടിച്ചിട്ട് പിന്നെ അതിന്മേൽ കയറി പിടിച്ച് സമാധാനമായിട്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അത് ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രാണഭൃത് എന്ന് പറയുന്നത് ജീവാത്മാവിൽ പോയിട്ട് എത്തി നിൽക്കരുന്നിട്ട് ഇതാണ് സർവ്വതും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് എന്ന്. അതാണ് പ്രാണഭൃച്ച. പ്രാണഭൃത്ത് എന്ന് പറയുന്നത് ജീവാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭോക്ത അല്ലെങ്കിൽ കർത്ത എന്നർത്ഥം. ഭേദവ്യപദേശാത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭേദ വളരെ വ്യക്തമായിട്ട് തന്നെ വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ. ഇപ്പം എങ്ങനെയാണ് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത്? തമേവ ഏകം ജാനതാത്മാനം എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകം ആത്മാ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ തന്നെയാണ്, ജീവാത്മാവിനെ അല്ല എന്ന്. കാരണം ഈ ഓൾറെഡി ബദ്ധനായിട്ട് നടക്കുന്ന ഒരുവനാണല്ലോ ഈ കർത്താവും ഭോക്താവുമായിട്ടുള്ള ജീവാത്മാ. സ്വയം ബദ്ധനാണ്, ത്രാഹിമാം പാഹിമാം പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്, സ്വയം ദുരിതത്തിൽ നിൽക്കുന്നവൻ. അങ്ങനെ സ്വയം ദുരിതത്തിൽ നിൽക്കുന്നവൻ ഞാൻ എന്നിൽ തന്നെ ദുരിതരഹിതനായിട്ടുള്ള എന്നെ തന്നെ ഞാൻ പ്രാപിക്കുന്നു എന്നൊക്കെ പറയുന്നത് അർത്ഥരഹിതമായിട്ടാണ്. കാരണം അവിടെ അതുകൊണ്ട് ഈ യസ്സേതുഹു എന്നുള്ള പ്രയോഗത്തിലൂടെ ഇവിടെ അമൃതസ്യ സേതുഹു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് അമൃതത്തിലേക്കുള്ളതാണ് പ്രാപ്തി വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്വയം മൃത ലോകത്തിൽ നിൽക്കുന്ന ഒരുവന് അവനെ തന്നെ പ്രാപ്യസ്ഥാനമായിട്ടെല്ലാം ഒന്നും എടുക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, മൃത്യോസമൃത്യുമാപ്നോതി എന്നൊക്കെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മവിചാരം ചെയ്തിട്ട് ജീവാത്മാവിൽ തന്നെ എത്തിയിട്ട് നിന്നിട്ട് ഇതാണിതെല്ലാം എന്ന രീതിയിൽ മറ്റൊരു ധാരണയിൽ മറ്റുള്ള അതിനെയൊക്കെ നമ്മുടെ ബുദ്ധിക്ക് വിധേയമാണെന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് അത്രയും വരെ എത്തിച്ചുകൊണ്ട് നിർത്തിയതിന് ശേഷം എല്ലാമായി എന്നുള്ളൊരു തോന്നലിൽ നിൽക്കേണ്ടതില്ല എന്ന്. അപ്പോൾ അങ്ങനെയും കൂടെ ഉണ്ട്. അതൊരു നല്ല സാധ്യതയാണ്. അതൊരു സാധ്യതയുടെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധന അവസാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് അതായത് പിന്നെ അവിടെ ഒരു വിരക്തി സംഭവിക്കാം. അതായത് ജ്ഞാനത്തിൽ വിരക്തി ഉണ്ടാവാം, പിന്നെ മോക്ഷസാധന എന്ന് പറയുന്ന വിചാരത്തിൽ വിരക്തി ഉണ്ടാവാം. അപ്രകാരമെല്ലാം വിരക്തി ഉണ്ടായിട്ട് അത് മാറാം. പിന്നെ ഭോഗവിരക്തി ആദ്യം തന്നെ ഉണ്ടായി, പിന്നീട് ജ്ഞാനവിരക്തിയും ഉണ്ടായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി അലക്ഷ്യമായിട്ട് സമയം കഴിച്ചു കൂട്ടുന്ന തരത്തിലേക്ക് ജീവിതം നീങ്ങാം. അപ്പം ചുരുക്കത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോഭിഭൂത സുഖരൂപവേദിയുടെ മറ്റൊരു രൂപമായിട്ടത് മാറും. കെട്ടുപോയ ബുദ്ധിയായിട്ട് വീണ്ടും മാറും. അപ്പോൾ അങ്ങനെ കെട്ടുപോയ ബുദ്ധി വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രകരണാത്. അടുത്ത 6ാമത്തെ സൂത്രം പറയുന്നത് പ്രകരണവും കൂടെ നമ്മൾ നോക്കണം. എന്താണ് ഈ പ്രകരണം? മുണ്ടോപനിഷത്ത് തുടങ്ങുന്നത് എന്താണ്? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞിട്ടാണ് മുണ്ടകം തുടങ്ങുന്നത് തന്നെ. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് തീരുമോ? അപ്പോൾ യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് തീരുമോ? അതുമായിട്ട് ബന്ധിച്ചാൽ ഏകമായ ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരുമോ എന്ന് പറയുമ്പോൾ സർവജ്ഞത്വമാണ് അവിടെ വന്നിരിക്കുന്നത്. ജീവാത്മാവിനെ അറിഞ്ഞാൽ സർവജ്ഞത്വം കിട്ടത്തില്ല. അപ്പോൾ സർവജ്ഞത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ പരമാത്മാവാണ് സർവ്വതും. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുമ്പോൾ സർവവുമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിഞ്ഞാൽ മാത്രമേ സർവജ്ഞാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് യസ് സർവജ്ഞ സർവവിത്ത്
യസ്യ ജ്ഞാനമയം തപഹ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളും അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ സർവജ്ഞനും സർവവിത്തുമായിരിക്കുന്നത് ആത്മാ തന്നെയാണ്, അല്ലെങ്കിൽ പരമാത്മാ അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെയാണുള്ളത്. അപ്പോൾ അതിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ, അതറിഞ്ഞാൽ മാത്രമേ യസ്മിൻ കസ്മിന്നു ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതിയുമായിട്ട് യോജിക്കത്തുള്ളൂ. അപ്പോൾ ഏകമാത്മാനം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് അവിടെ പരമാത്മാ തന്നെയാകുന്നു. പിന്നെ ഇപ്പം ജീവാത്മാവിൻ്റെ കാര്യം പറഞ്ഞാലോ, ജീവാത്മാവിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരേ ഒരു ആത്മാവല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ഭേദം? നിങ്ങൾ വേദാന്തികൾ പറയുന്നത് തന്നെ ആത്മാവ് ഒന്നേ ഉണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അവിടെ പരമാത്മാ ജീവാത്മാ ഭേദം പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിലൊരു സൂത്രവും കൂടെ പറഞ്ഞുകൊണ്ട് ഈ പ്രകടനം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, ജീവാത്മ പരമാത്മ ഭേദം വ്യക്തമായിട്ട് ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേത് മന്ത്രം? ദ്വാസുപർണ സയുജ സഖായ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂത്രം ഇതാണ്: സ്ഥിതി അദനാഭ്യാം എന്ന്. അപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞിരിക്കുന്നത് തയോരന്യ പിപ്പലം സാധ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി. അപ്പോൾ അനശ്നൻ അന്യ അഭിചാകശീതി, ഭക്ഷിക്കാത്തവനായിട്ട് ഒരുവൻ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് സ്ഥിതി. പിന്നെ ആദനൻ, അദനാഭ്യാം എന്നുള്ള അദൻ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അദനാണ് തയോരന്യ പിപ്പലം സാധ്വത്തി എന്ന് പറയുന്നത്. അവൻ കഴിക്കാത്തവനെന്നും കഴിക്കുന്നവനെന്നും അല്ലെങ്കിൽ സ്ഥിതിയോടുകൂടി നിൽക്കുന്നവനും പിന്നെ ഭോക്താവായിട്ട് നിൽക്കുന്നവനെന്നുള്ള രണ്ട് ആത്മാക്കളെക്കുറിച്ച് ദ്വാസുപർണ സയുജ എന്ന് പറയുന്ന മന്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ജീവാത്മാവും പരമാത്മാവുമുള്ള ഭേദത്തെ അവിടെ മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാണഭൃത്തിൽ പോയി നിൽക്കരുത് എന്ന് പറഞ്ഞത്. അതായത് ജീവാത്മാവിൽ പോയിട്ട് നിൽക്കരുത്, അല്ലെങ്കിൽ ഇവിടെ അദനാത്ത് എന്നുള്ള പ്രയോഗത്തിൽ ഭോക്താവിൽ പോയി എത്തരുതെന്നുള്ളത്. അപ്പം ഭോക്താവല്ല നമ്മുടെ ലക്ഷ്യം, അഭോക്താവായിട്ടുള്ള ആത്മാവാണ് എന്ന്. അനശ്നന്യോ അഭിചാകശീതി എന്ന് പറയുന്നതാണ് ലക്ഷ്യം എന്ന്. അപ്പോൾ ഇപ്രകാരം നമ്മളതിനെ വേർതിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർത്ഥേ ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. പരമേ പരാർത്ഥേ ഗുഹായാം പ്രവിഷ്ടൗ എന്ന്. ഗുഹാം പ്രവിഷ്ടൗ എന്നുള്ളതിനകത്ത് പ്രവിഷ്ടൗ എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവാത്മ പരമാത്മാക്കളെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഠോപനിഷത്തിനകത്ത് കാണാം. അപ്പോൾ ഇപ്രകാരം പറയുമ്പോൾ ഈ സാധന നമ്മൾ പോയിട്ട് ജീവാത്മാവിൽ തന്നെ എത്തിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഇത് തന്നെയാണ് എല്ലാം എന്നുള്ളതിലേക്ക് എത്തരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സൂത്രത്തിൻ്റെ അർത്ഥം. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു അധികരണം അവസാനിച്ചു. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.